ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ആദ്യമായിട്ടാണ് ബോൺ വോയിസിൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നോമ്പ് 2 രാവിലെ എഴുന്നേറ്റ് അത്താഴമൊക്കെ കഴിച്ച് സുബഹ നിസ്കാരവും ഓതലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിടക്കണം എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ 9:30 എഴുന്നേറ്റത്. 9:30 സാവി എഴുന്നേറ്റ്. അപ്പോൾ സാവിയും ഫുഡൊക്കെ കൊടുത്ത് ഫ്രഷൊക്കെ ആക്കി പിന്നെ എല്ലാവരും ചില ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ളുഹർ നമസ്കാരവും കഴിഞ്ഞിട്ടും കുറച്ച് നേരം ഒന്ന് പുറത്ത് വന്നിരിക്കാനായിട്ടിരുന്നു കേട്ടോ. ഇപ്പം മുന്നിൽ വന്നിരിക്കുന്ന ആളുമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ അയിമുണ്ട്. ബോൺ വോയിസിൽ വീഡിയോ എടുക്കാത്തതിൻ്റെ കാര്യം അത് തന്നെ, മക്കളുള്ളതുകൊണ്ട് ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഓൺ വോയിസിൽ മിക്കപ്പോഴും വീഡിയോ എടുക്കാത്തത്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് നല്ല ക്ഷീണവും ഉണ്ട് കേട്ടോ. നോമ്പിൽ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എന്തായാലും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ തന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. കമൻറ്റായിട്ടൊരു സ്മൈലിങ്ങനെ നിങ്ങളൊന്ന് അയക്കണം കേട്ടോ. അപ്പം ഒരുപാട് പേരിലേക്ക് വീഡിയോസ് എത്തും. അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മാത്രം കേട്ടോ അടുക്കളയിൽ കയറത്തുള്ളൂ. ഇതുവരെ ചുമ്മാ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇരുന്ന് എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ നോമ്പ് വിശേഷങ്ങളും നോമ്പ് തറ വിഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ടിലേക്ക് ഇന്ന് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ക്യാരറ്റും ഒരു സവാളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. അപ്പം ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. കുറച്ച് നൈസായിട്ട് ക്യാരറ്റ് ഇരിക്കുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് ഫില്ല് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പം ഞാനിപ്പോഴും സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പം ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അങ്ങനെ ചെയ്യാനാണ്. ഇതൊരു 1.5 കപ്പോളം കാണും കേട്ടോ. ഇതൊരു ക്യാരറ്റ് വലിയൊരു ക്യാരറ്റായിരുന്നു. ഇനി ഒരു സവാളയുടെ പകുതി നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. മാക്സിമം ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കണം, എങ്കിൽ അത് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു രസം കാണും. അപ്പം ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ഓവർ ആവേണ്ട സവാള, അപ്പം അതിൻ്റെ ഒരു കുത്തൽ ടേസ്റ്റ് വരും. ഒരു പകുതി സവാള തന്നെ മതിയാകും. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു പഴുത്ത തക്കാളി കൂടെ എടുക്കാം, അതും ചെറുതായിട്ട് തന്നെ മുറിച്ചതിനകത്ത് ചേർക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇതിലേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചിക്കൻ ഫ്രൈ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതും അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നല്ലപോലെ അങ്ങ് പൊടിഞ്ഞു പോകും. അത് സാൻഡ്വിച്ചിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കാണില്ല. ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മയണൈസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ചധികം മയണൈസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ എരിയൊക്കെ വേണം. മയോണൈസിൽ നല്ല ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണ്ട, നോക്കിയതിന് ശേഷം മാത്രം ചേർത്താൽ മതിയാകും. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് വേണമെന്ന് തോന്നി, ഞാൻ സാധാരണ ഇച്ചിരി ഉപ്പ് ഇടും. അപ്പം ഇച്ചിരി ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ മിൽക്ക് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇത് ചെറിയ ബ്രെഡാണ് കേട്ടോ, ഒത്തിരി വലിയ ബ്രെഡൊന്നും അല്ല. അപ്പം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മിൽക്ക് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ സൈഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബ്രെഡായിട്ട് വരും. അപ്പം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് തന്നെ ഫില്ലിങ് വെക്കണം, എങ്കിലേ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാം നമുക്ക് ക്യാരറ്റും എല്ലാം ഗ്രേറ്റ് ചെയ്ത് ചേർത്തുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആ മയണൈസിൻ്റെ നല്ലൊരു ഫ്ലേവർ കാണും. ഇനി മറ്റേ ബ്രെഡിൽ കുറച്ച് കെച്ചപ്പും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിനി അതും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം.
ബ്രെഡ് ടോസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ടോസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ടോസ്റ്റൊന്നും ചെയ്യുന്നില്ല, നല്ല സോഫ്റ്റ് ബ്രെഡാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്. ഞാൻ 2-3 ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അതാ ബാക്കിയുള്ള സാൻഡ്വിച്ചും റെഡിയാക്കിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നീട് നമുക്ക് മുളക് ബജ്ജിയും കൂടെ ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പല്ല, ഒരു 3/4 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. മുളക് ബജ്ജിയൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മുളക് ബജ്ജി മാത്രമല്ല, ബജ്ജി ഐറ്റംസ് എല്ലാം ഇവിടെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. മുളക് ബജ്ജി, കായ് ബജ്ജി, മുട്ട ബജ്ജിയൊക്കെ. അപ്പം ഇനി കടലമാവിലേക്ക് 1.5 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ കായപ്പൊടിയും, 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കായപ്പൊടി ഇതിനകത്ത് മിക്സ് ആവാതെ ചേർക്കണം. ഈ ബജ്ജിയുടെയൊക്കെ ടേസ്റ്റ് കായപ്പൊടി ഇടുമ്പോഴാട്ടോ വരുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകരുതെന്നാൽ ഒരുപാടങ്ങ് കട്ടിക്കും ആകരുത്. രണ്ടിനും മീഡിയമായിട്ട് ഉള്ള രീതിയിൽ വേണം കേട്ടോ ഈ മാവൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ മാവ് റെഡി ആയിട്ടുണ്ട്. സ്പൂൺ ഇങ്ങനെ മുക്കുമ്പോൾ അതിനകത്ത് നന്നായിട്ട് മുങ്ങി നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് ബജ്ജിക്ക് ആവശ്യമായ മുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മുളകിന് നല്ല എരിവായിരുന്നു കേട്ടോ. മുളക് എടുത്തപ്പോൾ തന്നെ ഒരു മുളകിൻ്റെ ഗ്രാണ കൂടുതലുണ്ടായിരുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൈയൊക്കെ നല്ല നീറ്റലായിരുന്നു കേട്ടോ. നല്ല എരിവുള്ളൊരു മുളകായതുകൊണ്ട് ഞാൻ ഈ കട്ട് ചെയ്യുമ്പോൾ അഭ്യാസമൊക്കെ കാണിക്കുന്നത് കൈ നീറാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എന്നാലും വീണ്ടും കട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കൈക്ക് നല്ല നീറ്റലുണ്ടായിരുന്നു. അപ്പം മുളകെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ ഈ മുളകിൻ്റെ എരിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഈ മുളക് കുറച്ച് നേരം ഒരു 20-25 മിനിറ്റൊക്കെ ഇട്ടേക്കും. അപ്പം കുറച്ച് മുളകൊന്ന് വാടുകയും ചെയ്യും. ആ ഒരു എരിവ് കുറഞ്ഞ് കിട്ടും. അതിൻ്റെ സീഡൊക്കെ കുറച്ചൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ മുളകും ബജ്ജി മാവിൽ മുക്കി നമ്മൾ പൊരിക്കുവാണ്. നല്ല സൂപ്പർ ബജ്ജിയായിരുന്നു. അപ്പോൾ അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡ് റെഡി ആയപ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ ബജ്ജി റെഡി ആയിട്ടുണ്ട്. 2 സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ എല്ലാ ബജ്ജിയും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നോമ്പ് മുറിക്കാൻ ആവശ്യമായ ഒരു ഡ്രിങ്കും കൂടെ തയ്യാറാക്കാം. സിമ്പിളാട്ടോ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ. ഇത് ലൈം റൂഅഫ്സ ഡ്രിങ്കാണ്. അപ്പോൾ അതിലേക്ക് ചിയാ സീഡോ കസ്കസോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ കസ്കസാണ് എടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ കസ്കസ് ഇട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താൻ വയ്ക്കാം. ഈ ചൂടത്ത് കസ്കസ് കഴിക്കാൻ നല്ല കേട്ടോ, ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. മാക്സിമം കുറച്ച് വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കണം. പിന്നെ ഇതുപോലെ കസ്കസൊക്കെ നമ്മൾ ജ്യൂസിലൊക്കെ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. അപ്പോൾ ഒരു ജഗ്ഗിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായി ഞാൻ ഒരു 5-6 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നോയമ്പിന് ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു ഐറ്റം ആട്ടോ ഈ പഞ്ചസാരയും എണ്ണയും. ജ്യൂസ് അടിക്കുന്നതും ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുതിനയില ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കുറച്ച് കസ്കസും ആവശ്യത്തിന് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം കുടിക്കാനല്ലേ ഈ ഒരു ടൈമിൽ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കുറച്ചധികം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് ഇനി ഇതിനകത്ത് റൂഅഫ്സയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് സർബത്തൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. മിക്കവർക്കും അറിയാം ഇത്. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. എന്തായാലും ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം.
നല്ല ഡ്രിങ്കായിരുന്നു കേട്ടോ. ദാഹമൊക്കെ നല്ല അടിപൊളിയായിട്ട് മാറും. നല്ല ലൈമിൻ്റെയും മിൻറ്റ് ലീഫിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ നോയമ്പ് മുറി ഐറ്റംസ് എല്ലാം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ട് കാത്തിരിപ്പാട്ടോ ബാങ്കിന് വേണ്ടി. അങ്ങനെ കാത്തിരുന്ന് ബാങ്ക് വിളി കേട്ടു. ശരിക്കും നമ്മളിങ്ങനെ ഫുഡൊക്കെ വെച്ച് കാത്തിരിക്കണമെന്ന് പറയും. ആ സമയത്ത് നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമല്ലോ, ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നോയമ്പ് ബാങ്ക് വിളിയായിട്ട് ഞങ്ങളെല്ലാവരും നോയമ്പ് കുറിച്ചു. ആരെയും ഫേസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, കാരണം ആർക്കും വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമില്ല. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കാപ്പി കുടിക്കും. ഇന്ന് അപ്പവും ചമ്മന്തിക്കറിയും പിന്നെ നല്ല മീൻ പുളിമുളകുമായിരുന്നു കേട്ടോ. നല്ല ചൂട് ചായയും. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ നോയമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.